കുക്കറിലെ ഒറ്റ വിസിലിൽ ചെയ്തെടുക്കുന്ന സോയ ചങ്ക്സിൻ്റെ കറിയാണിത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് എന്തുമായിക്കോട്ടെ എല്ലാത്തിൻ്റെ കൂടി മാച്ചായിട്ട് പോകുന്ന നല്ലൊരു കറിയാണിത്. ഒരല്പം വ്യത്യസ്തമായിട്ട് അരപ്പൊക്കെ ചേർത്ത് ചെയ്തെടുക്കുന്ന ഒരു കറി. ഇവിടെ കുക്കറിൻ്റെ ആ ടൈമിംഗ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഞാനിവിടെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ, ഇതുപോലെ പെർഫെക്റ്റായിട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ 2 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. വലിയ ബോൾസാണിത്. ഈ 2 കപ്പ് എന്ന് പറയുന്നത് 100 ഗ്രാമാണ്. ഇനി കുറച്ച് ഏറെയായിട്ട് വെള്ളം ഒഴിക്കണം. ചെറു ചൂടുവെള്ളം ഒഴിച്ചാൽ മതിയാവും, ഒരുപാട് ചൂട് വേണ്ട. ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നേരം മാത്രമായിട്ട് മൂടി വയ്ക്കണം. കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് ഇളക്കി മൂടി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം സോഫ്റ്റ് ആയെന്ന് നോക്കുക. സോഫ്റ്റ് ആയതിന് ശേഷം നല്ലവണ്ണം ഇത് പിഴിഞ്ഞെടുക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ തുണിയിലിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന പോലെ തന്നെ പിഴിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലൊട്ടും വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന മസാലയൊന്നും ഇതിൽ ശരിക്കും പിടിക്കില്ല. അപ്പോൾ കയ്യിൽ പിഴിഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും നല്ലത് തുണിയിൽ പിഴിഞ്ഞെടുക്കുന്നതാണ്. ഇതാ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. വലിയ ബാൾസ് ആയത് കാരണം 2ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ അടുപ്പിൽ കുക്കർ വെച്ചിട്ടുണ്ട്. ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇത്ര ഐറ്റംസ് ചേർക്കാനുണ്ട്. ഒരു ബേ ലീഫ്, ഒരു ചെറിയൊരു കഷ്ണം പട്ട, ഒരു ഏലക്ക, 2 ഗ്രാമ്പു, ഒരു തക്കോലത്തിൻ്റെ പകുതി. ഇനി ഇതിലോട്ട് സവാള ചേർക്കണം. 1 കപ്പ് സവാള എടുത്തിട്ടുണ്ട്, നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞത്. ഈ 1 കപ്പ് എന്ന് പറയുന്നത് 2 മീഡിയം സൈസ് സവാള. ഇനി സവാളയുടെ കൂടെ തന്നെ 2-3 പച്ചമുളക് കൂടെ ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് കാരണം എരിവിന് അനുസരിച്ച് പച്ചമുളക് കൂടുതൽ ചേർക്കാം. ഇനി സവാള നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടണം. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. സവാള നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം, 1 ടേബിൾ സ്പൂൺ. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ വീട്ടിലെ അരച്ച് വെക്കുന്നതാണ്. എടുക്കുന്ന ഇഞ്ചിയുടെ ഡബിളായിരിക്കണം വെളുത്തുള്ളിയുടെ അളവ്. എൻ്റെ റെസിപ്പീസിലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഷ്യോയിലായിരിക്കും. വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാനത് എടുത്ത് പറയാറുണ്ട്. ഇതാ പേസ്റ്റ് ആയത് കാരണം പെട്ടെന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് പുതിന. ഇതാ 1 കൈപ്പിടി അളവിൽ പുതിന ചേർക്കുക. പുതിന നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കൊടുക്കും. ഇനി ഇത് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ പുതിന ഒന്ന് ഒതുങ്ങും. അത്രയും മാത്രം വഴറ്റിയെടുത്താൽ മതിയാകും. പുതിന ഈ സമയത്ത് തന്നെ ചേർക്കണം, പിന്നീട് ചേർക്കരുത്. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക തന്നെ വേണം. ഇതൊന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. അത്രയും മാത്രം മതിയാകും. ഇനി തീയൊക്കെ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, 1 ടേബിൾ സ്പൂൺ. ഇനി ഇതിൽ മല്ലിപ്പൊടി ചേർക്കണം. ഒരു 1.5 ടേബിൾ സ്പൂണിനടുത്തായിട്ട് മല്ലിപ്പൊടി ചേർക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പൊടി ഒട്ടും കരിഞ്ഞു പോരുത്. നല്ലവണ്ണം ഒന്ന് ചൂടായി വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ കറിക്ക് കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കാനായിട്ട് നോക്കണം. കറിക്ക് നല്ലൊരു കളറ് കിട്ടും. അതുപോലെ കറി തണുത്ത് കഴിയുമ്പോൾ നല്ലവണ്ണം എണ്ണയൊക്കെ നല്ല ചുമന്ന കളറിൽ തെളിയും. സാധാരണ മുളക് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവൊക്കെ കിട്ടും, പക്ഷേ ഈ ഒരു കളറ് കിട്ടൂല കേട്ടോ. പൊടിയൊക്കെ നല്ലവണ്ണം ചൂടായി കിട്ടിയിട്ടുണ്ട്, ഒട്ടും കരിയാതെ തന്നെ. ഇനി ഇതിലോട്ട് തക്കാളി ചേർക്കാം. 1 കപ്പ് തക്കാളി. ഈ 1 കപ്പ് എന്ന് പറയുന്നത് നല്ല പഴുത്ത ചെറിയ 2 തക്കാളിയാണ്. ഇനി തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഉപ്പ് ചേർക്കാം. സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതും മാറി വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ സൈഡിൽ നിന്നൊരു വിട്ട് വരുന്ന ഒരു പരുവം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് പെട്ടെന്ന് ആയിക്കോളും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ പരുവത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറൊക്കെ തുറക്കുന്ന സമയമാകുമ്പോഴത്തേനും നല്ലൊരു കളറും എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കിട്ടുകയും ചെയ്യും.
ഇനി ഇതിലൊരു അരപ്പ് ചേർക്കാനുണ്ട്. അതിലെന്തൊക്കെ ചേർക്കണമെന്ന് നോക്കാം. ഇതാ മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർക്കുക. പൊട്ടുകടല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 7 8 കാഷ്യൂനട്ട് ചേർക്കാവുന്നതാണ്. കാഷ്യൂനട്ട് ചേർത്തരച്ചാലും നല്ലൊരു ക്രീമി ടേസ്റ്റ് തന്നെയാണ്. പൊട്ടുകടലയോ കാഷ്യൂനട്ട് ഏതെങ്കിലും ഒന്ന് ചേർത്തരയ്ക്കുക. ഇനി 1 ഏലക്ക ചേർത്തിട്ടുണ്ട്. കട്ടി കുറവുള്ള ഒരു ചെറിയൊരു കഷ്ണം പട്ട, 1 ഗ്രാമ്പു. ഇനി ഇതുപോലൊരു ചെറിയൊരു പീസ് കൽപ്പാസി ചേർക്കുക. ഇനി ഇതിൽ പെരുംജീരകം ചേർക്കുക. 1/2 അല്ലെങ്കിൽ 3/4 സ്പൂൺ പെരുംജീരകം, വലിയ ജീരകം ചേർക്കുക. ഇനി ഒരു അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് പകുതി അരച്ചപ്പോഴാണ് ഒരൈറ്റം കൂടി ചേർക്കാനുള്ളത് ഓർമ്മ വന്നത്. അതാണ് കസ്കസ്. ഈ ഒരളവിൽ ചേർക്കുക. പോപ്പി സീഡ്. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതിനി ആ മസാലയ്ക്കകത്തോട്ട് ഒഴിക്കാം. ഇനി 1 ഗ്ലാസ് വെള്ളം കൂടെ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. ഇനി ഒന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് ആവശ്യമായിട്ട് വരും. കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഈ ഒരു തിക്കായിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി സോയൊക്കെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. വീണ്ടും പറയുന്ന സോയ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിരിക്കണം. ഞാൻ ഈ എടുത്തിരിക്കുന്നത് വലിയ ബൗളായത് കാരണം 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോയ കുതിരാൻ വെക്കുന്ന സമയം കൂടുതലായി പോയി കഴിഞ്ഞാൽ ഈ തുണിയിലിട്ട് പിഴിയുന്ന സമയത്ത് അത് പീസായി പോകും. പിന്നെ കുക്കറിലൂടെ ഇട്ട് ഒന്ന് വിസിലടിക്കുമ്പോഴത്തേന് അതൊന്നുകൂടെ ഒന്ന് കലങ്ങിപ്പോവും. അതുകൊണ്ടാണ് അധിക നേരം കുതിരാൻ വെക്കേണ്ട. ഒന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ കുതിരാൻ വെച്ചാൽ മതിയെന്ന് പറഞ്ഞത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. തിക്കായിരുന്നത് കാരണം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒറ്റ വിസിലടിപ്പിക്കണം. ഇത് 3 ലിറ്ററിൻ്റെ കുക്കറാണ്. തീയെ നല്ലവണ്ണം കൂട്ടി വെച്ചുകൊണ്ട് ഒറ്റ വിസിലടിപ്പിക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ആ വെയിറ്റ് ശകലം ഒന്ന് പൊക്കിയിട്ട് കുറച്ച് പ്രഷർ അങ്ങ് കളയണം. ഒരു പകുതി പ്രഷറോളം കളഞ്ഞതിന് ശേഷം ബാക്കി അതുപോലെ വെയിറ്റ് താത്തിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരത്തോളം അങ്ങനെ ഇരുന്നോട്ടെ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ സോയ ഓവറായിട്ട് വെന്തും പോകത്തില്ല. കറിക്ക് നല്ലൊരു കളറ് കിട്ടും. എണ്ണയൊക്കെ നല്ല ഇതുപോലെ തെളിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി നനവില്ലാത്ത കുറച്ചേറെ മല്ലിയിലൂടെ ചേർക്കുക. എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർത്ത് ഇളക്കാവുന്നതാണ്. ഈ സമയത്ത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. എരിവ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയും ചേർക്കാം. ഈ നല്ലൊരു ചൂടിൽ നിന്ന് കുറച്ചൊന്ന് ആറിയതിന് ശേഷം ആ സോയക്ക് ഒന്നുകൂടി കറിക്ക് ടേസ്റ്റ് കൂടും. ഇതാ നല്ല പാകത്തിന് ചാറോടുകൂടി തന്നെ കുറച്ച് വ്യത്യസ്തമായ രുചിക്കൂട്ടിലെ സോയാക്കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കമൻറ്റ് രേഖപ്പെടുത്താനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്ന പോലെ ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.